ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സേമിയ കൊണ്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. സേമിയ ഉപ്പുമാവിന് ആവശ്യമായ ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസിൽ സവാള ഇങ്ങനെ കട്ട് ചെയ്തത്, അല്പം ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, 2-3 വറ്റൽമുളക്, കുറച്ച് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, ആവശ്യത്തിന് ഉപ്പ്, 200 ഗ്രാം വറുത്ത സേമിയ. നന്നായി റോസ്റ്റായ സേമിയ വേണം എടുക്കാൻ. ഇനി ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് എണ്ണയിലോ നെയ്യിലോ ഡാൽഡയിലോ എല്ലാം ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം. നമുക്ക് പീനട്ട് ആയാലും ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയ ശേഷം അരിഞ്ഞു വെച്ച് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നന്നായി വഴന്ന ശേഷം വേണം ഉണക്കമുളക് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ഉണക്കമുളക് കരിഞ്ഞു പോകും. ഇനി നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വറ്റൽമുളകൊക്കെ നന്നായി കറന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായി ഇളക്കാം. സവാളൊക്കെ നല്ല കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ സേമിയ വെന്ത് വരാനായിട്ടുള്ള വെള്ളം നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വറുത്ത സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അടച്ച് വെച്ചൊരു 3 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ തയ്യാറായി. സേമിയ കൊണ്ടുള്ള ഉപ്പുമാവ് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റായിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇത് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് സ്നാക്സോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. സേമിയ കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ തയ്യാറായി. Thank you for watching.